AGARO എന്ന കമ്പനിയുടെ ഹാൻഡ് ഹോൾഡർ വാക്യൂം ക്ലീനറാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോണത്. നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഒരു വാക്യൂം ക്ലീനറാണ് ഇത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. റീഗൽ എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ 2.8 കിലോ മാത്രമേ നമുക്കിതിന് വെയിറ്റ് വരുന്നുള്ളൂ. ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് കമ്പനി ഈ ഒരു മോഡലിന് കൊടുത്തേക്കണത്. 49 സെൻറ്റിമീറ്ററാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നീളം എന്ന് പറയുന്നത്. അഗാരോ എന്നുള്ള ഒരു ബ്രാൻഡിങ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 800 വാട്ട്സ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പവർ വരുന്നത്. ഈ കാണുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തിലാണ് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡസ്റ്റ് കാര്യങ്ങൾ കളക്റ്റ് ആവണത്. അപ്പോൾ ഇത് ഊരിയെടുക്കാനായിട്ട് ഇതിൻ്റെ മേളിലായിട്ട് ഒരു റെഡ് സ്വിച്ച് കാണാനായിട്ട് സാധിക്കും. പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ നമുക്കത് വളരെ എളുപ്പത്തിൽ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡസ്റ്റ് കളയാനും സാധിക്കും. നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് ഇത്തരത്തിലൊരു ഫിൽറ്റർ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വാക്യൂം ക്ലീനറിൻ്റെ മോട്ടർ യൂണിറ്റിൻ്റെ ഭാഗം വരുന്നത് ഈ കാണുന്ന ഭാഗമാണ്. ഈ ഒരു മോട്ടർ യൂണിറ്റിലേക്ക് പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫിൽറ്റർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ പൊടിയൊന്നും മോട്ടർ യൂണിറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു ഫിൽറ്റർ വരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു മോട്ടർ യൂണിറ്റിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഒരു ഫിൽറ്ററും കൂടി കമ്പനി കൊടുത്തേക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഫിൽറ്റർ ഉപയോഗിക്കാണ്ട് നിങ്ങൾ വാക്യൂം ക്ലീനർ ഉപയോഗിക്കാൻ പാടില്ല. ഫിൽറ്റർ വെക്കാണ്ട് വാക്യൂം ക്ലീനർ ഉപയോഗിക്കാൻ പാടില്ല. മോട്ടർ യൂണിറ്റിലേക്ക് പൊടിയൊക്കെ കയറി പോകണമെങ്കിൽ അത് കംപ്ലൈൻ്റ് ആയി പോകും. അതുപോലെ ഇത് ഡ്രൈ വാക്യൂം ക്ലീനറാണ്. പൊടി മാത്രം വലിച്ചെടുക്കുന്ന വാക്യൂം ക്ലീനറാണ്. ഇതിൽ വെള്ളം വലിച്ചെടുക്കാനോ ഈർപ്പം വലിച്ചെടുക്കാനൊന്നും സാധിക്കില്ല. മേളിലായിട്ട് ഓൺ ഓഫ് സ്വിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്ലഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് വരുന്നത്. 5 മീറ്ററാണ് ഈ ഒരു വയറിൻ്റെ നീളം എന്ന് പറയണത്. നമ്മുടെ ഈ ഒരു വാക്യൂം ക്ലീനർ നിലത്തൊന്നും ഇടാണ്ട് നമുക്ക് തൂക്കിയിടാനായിട്ട്, എവിടെയെങ്കിലുമൊക്കെ കൊളത്തിയിടാനായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു സംവിധാനം കമ്പനി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാക്യൂം ക്ലീനറിൻ്റെ കണക്റ്റിംഗ് ആക്സറി ആയിട്ട് പറയാനായിട്ടുള്ളത് ഒരു എക്സ്റ്റെൻഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഫ്ലെക്സിബിൾ ഓസ് കാണാനായിട്ട് സാധിക്കും. 2 ക്ലീനിങ് ആക്സറീസുമാണ് ഇതിൻ്റെ കൂടെ കൊടുത്തേക്കണത്. ആ ക്ലീനിങ് ആക്സറീസ് എന്ന് പറയുന്നത് ഒരു മൾട്ടി പർപ്പസ് ബ്രഷാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ക്രബ് ചെയ്തിട്ട്, അതുപോലെ നമുക്ക് മൾട്ടി പർപ്പസ് ആണ്. നമുക്ക് ഏത് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ബ്രഷ് നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നോസിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കോർണറുകൾ, എഡ്ജുകളൊക്കെ ക്ലീൻ ആക്കാനായിട്ടാണ് ഈ ഒരു നോസിൽ യൂസ് ചെയ്യണത്. ഈ ഒരു എക്സ്റ്റെൻഡർ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലെക്സിബിൾ ഓസും 2 ക്ലീനിങ് ആക്സറീസ് ഒക്കെ നമ്മുടെ വാക്യൂം ക്ലീനറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു കണക്ടർ വഴിയാണ്. നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന്, നമ്മുടെ വീട്ടിലെ ഓരോ പ്രൊഡക്റ്റുകൾ ക്ലീൻ ആക്കാനായിട്ട്, നമ്മുടെ ബെഡ് ക്ലീൻ ആക്കാനായിട്ട്, കർട്ടൻ ക്ലീൻ ആക്കാനായിട്ട്, സോഫ ക്ലീൻ ആക്കാനായിട്ട്, കോർണർ ക്ലീൻ ആക്കാനായിട്ട്, അതുപോലെ തന്നെ ഷെൽഫുകൾ ക്ലീൻ ആക്കാനായിട്ട്, അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഉപയോഗത്തിനും നമുക്ക് ഈ ഒരു മോഡൽ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഫ്ലോർ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം അത്ര ഇതായിട്ട് നമുക്കിതിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. ആക്സറീസ് നോക്കിയാൽ നമുക്ക് ഫ്ലോർ ക്ലീനിങ്ങിനുള്ളത് ഈ ഒരു മോഡലിലൂടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഫ്ലോർ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങളിത് നോക്കേണ്ട. ബാക്കി എല്ലാ ഉപയോഗത്തിനും, നമ്മുടെ വീട്ടിലെ കാറ് ക്ലീൻ ആക്കാനായിട്ട്, അതിൻ്റെ ഉൾവശം ക്ലീൻ ആക്കാനായിട്ട്, നമ്മുടെ ഓഫീസിലെ ടേബിളുകൾ ക്ലീൻ ആക്കാനായിട്ട്, ഇതിനൊക്കെ നമുക്ക് ഈ ഒരു മോഡൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. 1 ഇയർ ആണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത്. ഞാൻ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്തും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു വിലക്കനുസരിച്ചുള്ള, എന്ന് വെച്ചാൽ ആ പ്രൈസിനനുസരിച്ചുള്ള ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളത്. എന്നാൽ നമ്മൾ ഈ ഒരു മോഡലിൻ്റെ, ഈ ഒരു വാക്യൂം ക്ലീനറിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മൂല്യം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആ ഒരു യൂസേജൊക്കെ വെച്ച് നോക്കുമ്പോൾ, അത് ആ ഒരു ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ മൂല്യം നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കണ്ടേ, 1599 രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. വാങ്ങാനുള്ള ആ ഒരു ലിങ്ക് ഞാൻ താഴെ DB ബോക്സിൽ കൊടുത്തേക്കാം.